ജോഷില കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? മുൻപ് ചോദിക്കാൻ ശ്രമിച്ചത് ഈ പൊതുവിൽ സംസ്ഥാനത്തുടനീളം UDFന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശം കൂടിയായ മുണ്ടക്കൈ ചൂരൽമലയായിരുന്നു. അവിടുത്തെ ജനങ്ങൾ പക്ഷേ UDFന്റെ അവരെ പറഞ്ഞു പറ്റിച്ച നിലപാടിനെതിരെയുള്ള ജനവിധി എഴുത്തായി മാറുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ്, അല്ലേ? തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിനോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ UDFനോടുള്ള അവരെ പറഞ്ഞു പറ്റിച്ച രീതിയിലുള്ള പ്രശ്നം അതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളായി മേപ്പാടി പഞ്ചായത്തിൽ പ്രതിഫലിച്ചു എന്ന് വേണം പറയാൻ. ഇടതുമുന്നണിയെ ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്തു. കാരണം ദുരന്തബാധിതരുടെ കൂടെ നിന്ന ഒരു സർക്കാർ എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെയുള്ള ജനങ്ങളുടെ വോട്ടിംഗ് മറുപടി എന്ന് വേണം കരുതാൻ. ഈ പ്രദേശത്ത് മേപ്പാടി പഞ്ചായത്തിൽ നേരത്തെ വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിച്ചിരുന്ന പഞ്ചായത്താണ് മേപ്പാടി പഞ്ചായത്ത്. എന്നാൽ 10-13 എന്ന നിലയിലാണ് UDF LDF വ്യത്യാസം വന്നത്. ഈ 3 വാർഡുകളുടെ വ്യത്യാസത്തിനാണ് ഇവിടെ LDFന് ഭരണം നഷ്ടപ്പെട്ടത്. എന്നാൽ മേപ്പാടിയിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുത്തുമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വാർഡുകൾ അത് LDFനോടൊപ്പം നിന്നു എന്നുള്ളത് തന്നെ സർക്കാരിനുള്ള അംഗീകാരമായിട്ടാണ് ഇടതുമുന്നണി കാണുന്നത്. അതുപോലെ തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വൻ മുന്നേറ്റം എന്ന് പറയാവുന്ന ഒരു വിജയം കൽപ്പറ്റ നഗരസഭയാണ്. കൽപ്പറ്റ നഗരസഭ വർഷങ്ങൾക്ക് ശേഷം 20 വർഷത്തിനിടയിൽ 2 വർഷം ഇടക്കാലത്തൊരു ഭരണം കിട്ടി എന്നല്ലാതെ 20 വർഷത്തിനിടയിൽ വലിയ ഒരു പ്രാവശ്യം പോലും ഭരിക്കാൻ ഇടതുമുന്നണിക്ക് കൽപ്പറ്റ നഗരസഭ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുമുന്നണി കൽപ്പറ്റ നഗരസഭ UDFിൽ നിന്നും പിടിച്ചെടുക്കുന്നത്. അത് വലിയ മുന്നേറ്റമായി തന്നെയാണ് ഇടതുമുന്നണി കാണുന്നത്. കാരണം കൽപ്പറ്റ എന്നുള്ളത് വയനാടിന്റെ ആസ്ഥാനം കൂടിയാണ് എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ടൗൺഷിപ്പ് ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നത് കൽപ്പറ്റ നഗരസഭയിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു, സർക്കാരിന്റെ വികസന പദ്ധതികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി ഇവിടെ ഇടതുമുന്നണി കാണുന്നത്. മാത്രമല്ല മുട്ടിൽ പഞ്ചായത്ത് അതുപോലെ തന്നെ മൂപ്പനാട് പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകൾ തിരിച്ചെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി കാണുന്നത്. തിരുനെല്ലി നിലനിർത്താൻ സാധിച്ചു. എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടായി എന്നുള്ളതാണ് കൃത്യമായ ഒരു വസ്തുത.